Hi, this video is sponsored by the Tej Steel Doors and Windows. കിട്ടിയില്ല കിട്ടും എന്ന് വിചാരിക്കുന്നു. ഉറക്കൊക്കെ പോയിട്ട് കാലം കുറേ ഭൂമി അവസ്ഥാണ്. പ്രപ്പോസ് ചെയ്ത പെണ്ണ് തിരിച്ച് അല്ല ഓള് നോന്ന് തന്നെ ഉള്ള പെണ്ണ് പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? ആകെ ഒരു ആഗ്രഹമുള്ളൂ, ഈ 2024 ഇവര് 4 പെണ്ണുങ്ങൾ നോക്കി 4 കിട്ടിയിട്ടില്ല. ഞാനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 2023 സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ സിംഗിളാണ്, അച്ഛൻ റിച്ചാണ്, മകനല്ല, എന്നാലും ഞാൻ നോക്കിക്കോളാം. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു റോക്ക്ബുൾ മീഡിയ. ദിസ് ഈസ് മീ NB ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: 2024 നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചോദിച്ചറിയാലോ. ലെറ്റ്സ് ഗോ. 2024 മോളുടെ ലൈഫിൽ വരണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം എന്തായിരിക്കും? എനിക്ക് നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്. നന്നായിട്ട് പഠിക്കണം. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിലാണ്. എവിടെയാണ് നാട്? കമ്പനിപ്പടി. കമ്പനിപ്പടിയിലാണല്ലേ? ഓക്കെ. ഈ വർഷം നന്നായിട്ട് പഠിക്കാൻ എന്താവണമെന്നാണ് ആഗ്രഹം? ഹെയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ് ആവാനായിട്ടാണ്. എന്താണ് അങ്ങനെ പ്ലെയിനിൽ കയറിയിട്ടുണ്ടോ? കയറിയിട്ടില്ല. കയറണം ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണോ? അപ്പൊ എന്തായാലും നടക്കട്ടെ കേട്ടോ. ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു റിമാർക്ക് നടത്തണമെന്ന് വിചാരിക്കുന്നു. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബൊട്ടിക്കോ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. 2024 ഒരു ഡ്രീമാണത്. അതെ, എടുക്കാറുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബെറ്റർ ലൈഫ് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ വർഷം അങ്ങനെ എന്തെങ്കിലും തന്റെ 2024 ലൈഫിൽ എന്തെങ്കിലും കുറച്ചുകൂടെ എന്തെങ്കിലും മെച്ചപ്പെടണം, അല്ലെങ്കിൽ കരിയർ അച്ചീവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കരിയർ അച്ചീവ് ചെയ്യണം എല്ലാവർക്കും ഉള്ളതല്ലേ, കരിയർ അച്ചീവ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുണ്ട്. ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണ്? ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് ആക്ടർ ആവണം, അത്രേ ഉള്ളൂ. ആക്ടേഴ്സ് ആവണം. ഓക്കെ. അതിനുവേണ്ടി ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ട്. ഓഡീഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഈ വർഷം അങ്ങനെ ആരോടെ ആക്ട് ചെയ്യണമെന്നാണ് ഡ്രീം ഉണ്ടാവില്ല? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആരുടെ കൂടെ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഒരു നല്ലൊരു ആക്ട്രസ് ആണ്. നയൻതാര. ബിക്കോസ് നല്ലൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടില് അടിപൊളിയാണ്, ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. പുള്ളിക്കാരത്തിയുടെ ഫിലിമിലൊക്കെ ഉള്ള ആക്ടിങ് അടിപൊളിയാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നോക്കാം. മാറ്റം എന്തായിരിക്കും എന്റെ ജീവിതത്തില്? ഈ വർഷം ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കണം. എന്തായിരിക്കും അത്? നല്ല സത്യസന്ധതയോടെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. അതാണ് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്. തനിക്കോ? അങ്ങനെ 2024 തന്റെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്തായിരിക്കും? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതായത് തന്റെ ഡ്രീം അച്ചീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി. അതാണ്. പഠിക്കണോ? പ്ലസ് ടു 7th-ലാണ്. ഓക്കെ. അപ്പം പഠിച്ച് നല്ല ഗ്രേഡ് പാസ്സാവാന്നുള്ളതാണ്. ചേച്ചിയോ? ഹാപ്പി ആയിട്ട് പോകാന്നുള്ള. അങ്ങനെ ഈ വർഷം എന്തെങ്കിലും മാറ്റം ലൈഫിൽ സംഭവിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാ വർഷം പോകുന്നവരെ പോയാൽ മതി എന്നാണോ? എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? അല്ല, അങ്ങനെ ഇതുവരെ നോർമലായി പോയി, പിന്നെ ഇത് അങ്ങനെ സെയിം ചേഞ്ചസ് ഒന്നും വരുത്താതെ പോയാൽ മതി. എന്ന് ഹാപ്പി ആയിട്ട് പോകാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും വേണ്ട. മാറ്റം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇപ്പൊ ഒരു പണി കിട്ടണം എന്നാണ് മെയിൻ ആയിട്ട്. ഒരു ജോലി നേടുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഏകദേശം ഇപ്പൊ കോഴ്സ് ഒക്കെ കഴിയാനായി, ഇപ്പൊ ഒരു ജോലി സെറ്റ് ആവുക എന്നുള്ളതാണ്. ഇപ്പം എങ്ങനത്തെ ടൈപ്പ് ജോബാണ് നോക്കുന്നത്? നമ്മള് ഇലക്ട്രിക്കൽ അങ്ങനത്തെ. എങ്ങനെ നാട്ടിൽ തന്നെയാണോ പുറത്തു പോകാനാണോ? പുറത്തു പോകാനായിട്ട്. പുറത്തു പോകാനായിട്ട് പിടിക്കാൻ കാരണം നാട്ടില് വലിയ കാര്യമൊന്നുമില്ല. പുറത്തു പോയി സമ്പാദിക്കാൻ സെറ്റ് ആവുക. അവിടെ തന്നെ സെറ്റിൽ ആവുന്നതാണോ? അവിടെ തന്നെ സെറ്റിൽ ആവുക. അപ്പം 2024 അത് നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. വലിയ ഡ്രീം അതാണ്. 6 മാസം നാട്ടില് വർക്ക് ചെയ്താൽ പിന്നെ പുറത്തേക്ക് സുഖമായിട്ട് പോവാം. പുറത്തേക്ക് സുഖമായിട്ട് പോകും. ഇപ്പൊ വർക്കിംഗ് ആണോ? അല്ലല്ല, ഇപ്പൊ കോഴ്സ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ തീർന്നിട്ട് 6 മാസം വർക്ക് ചെയ്യുക, എന്നിട്ട് നേരെ പുറത്തോട്ട്. അപ്പൊ 2024 വലിയ ഡ്രീം അതാണ്. അതെ, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഡ്രീംസോ കാര്യങ്ങളോ അച്ചീവ് ചെയ്യാൻ എന്താണ്? എന്നാലും നിങ്ങളുടെ അതൊക്കെ നമ്മൾ പഠിക്കുന്ന നോർമലായിരിക്കും. എന്നാലും അവനവന് സ്വന്തമായിട്ട് ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഡ്രീം അച്ചീവ് ചെയ്യാന്നുള്ളതായിരിക്കും. അതിനുള്ള സ്റ്റെപ്സിനായിട്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഫൗണ്ടേഷൻ തുടങ്ങുന്നുണ്ട്, വയ്യാത്തവർക്ക് പറ്റിയവർക്ക്. അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ അമ്മയ്ക്ക് വയ്യ, അപ്പൊ അതിന്
തനിക്ക് സ്വന്തമായിട്ടൊരു ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണോ? അതൊരു വലിയൊരു ഡ്രീമാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ 2024? അത് പിന്നെ കൊണ്ടൊന്നും പറ്റൂലല്ലോ. അപ്പൊ പഠിച്ചിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് അതിനുവേണ്ടി ചെയ്യാന്നുള്ളതാണ്. തനിക്കോ? ഇതേപോലെയൊക്കെ തന്നെ ഫാഷൻ ഡിസൈനർ എന്താവണം? ഫാഷൻ ഡിസൈനർ ഫാഷൻ ഡിസൈനർ. അതാണ് പഠിക്കുന്നത്? അല്ല പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് അങ്ങനെ ഫാഷൻ ഡിസൈനിങ് പിടിക്കാൻ കാരണം എന്താണ്? അങ്ങനെ അവരൊന്നില്ല. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ആഗ്രഹം അല്ലേ? തനിക്കോ? അല്ല, ഇപ്പൊ ഒന്നിനും പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മളെ ഡ്രീം എന്ന് പറയുന്നത് പഠിത്താണ്. പഠിത്തമാണ്. അത് അച്ചീവ് ചെയ്താൽ എല്ലാതും കിട്ടും. എല്ലാം കിട്ടുമെന്നാണ്. എന്നാൽ ഈ 2024 തൻ്റെ ലൈഫിൽ വരണം, അതിലേക്ക് എനിക്ക് ഇന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്തായിരിക്കും? അത് പറയുകയാണെങ്കിൽ പുതിയ മെമ്മറീസ്, കുറെ സ്ഥലങ്ങൾക്ക് പോകണം, അവിടെ നിന്ന് കിട്ടുന്ന മെമ്മറീസ്, ന്യൂ ഫേസസ്, പുതിയ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ ഇതാണോ? എല്ലാതും പെർമനന്റ് ആണോ? എല്ലാം പെർമനന്റ് ആണോ? അല്ലേ? അല്ല, ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ പെർമനന്റ് ആണ്. ബാക്കി ഇപ്പൊ നമുക്ക് എന്നും ഇപ്പൊ ഇവിടേക്കൊന്നും വരാൻ പറ്റിയെന്നില്ലല്ലോ. അപ്പൊ ഇതൊന്നും പെർമനന്റ് ആണെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതെ. അപ്പൊ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണം, അതൊക്കെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, അതൊക്കെ ഡ്രീം. സത്യത്തിൽ ഞാനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 2023 സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. 23 വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചോ? സാധിച്ചു. ഇനി സാധിക്കാൻ ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടോ? സാധിക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ജോബ് കിട്ടിയാൽ കൊള്ളാറുണ്ട്. ഇപ്പോൾ ഒരു ജോബ് 2023 ആയിട്ടുണ്ട്. അപ്പോൾ 24 കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ജോലി കിട്ടിയാൽ കൊള്ളാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ഡ്രീമുകളേ ഉള്ളൂ. ചെറിയ വലിയ ബിഗ് ആയിട്ട് അച്ചീവ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല. അല്ല, അത് പയ്യെ കൊണ്ട് വരും വർഷങ്ങളിൽ, അടുത്ത വർഷം കൊണ്ട് നടക്കാൻ പാടാണ്. അപ്പം വരും വർഷങ്ങളിൽ നടത്താനായിട്ട്. ഇപ്പൊ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഡ്രീം എന്തായിരിക്കും? ജോലി മാത്രമാണോ? ജോബ്, അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗ്രാജുവലി വരുമല്ലോ, അത് പുറകെ വരും എന്നാണ്. തനിക്കോ? 2024 ബിഗസ്റ്റ് ഡ്രീം എന്താണ്? അച്ചീവ് ചെയ്യണം, നല്ല മാറ്റം എന്തായിരിക്കും ലൈഫിൽ വരണമെന്ന്? ഒരു നല്ലൊരു ജോബ് കിട്ടണമെന്നുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്നതാണോ? ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ 2024 ഒരു ജോബ് കിട്ടണമെന്നാണ്. എങ്ങനത്തെയാണ് നോക്കുന്നത്? സർക്കാർ ജോലി തന്നെ നോക്കുന്നത്. ഗവൺമെന്റ് PSC കുറെ വർഷമായി ട്രൈ ചെയ്യുന്നത്? കുറെ വർഷമായിരുന്നു, ആയിട്ടില്ല. എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. എഴുതിട്ടുണ്ട്. അപ്പൊ 2024 തന്നെ ജോലി കിട്ടണമെന്നാണ്. വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ജോബ് ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, നോക്കുന്നില്ല. ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ 2024 എന്താണ് ഗവൺമെന്റിനോട് എങ്ങനെ നോക്കാൻ? പ്രൈവറ്റിലെ സെക്യൂർ ആണല്ലോ, സെക്യൂരിറ്റി ആരും പറഞ്ഞു വിടത്തില്ലല്ലോ നമ്മളെ ജോലി. അവിടെ തന്നെ പെൻഷൻ വരുന്നവരെ അവിടെ സെറ്റിൽ ആവാന്നുള്ള. അപ്പൊ റിട്ടയർമെന്റും ഉണ്ടാവും, ഇതുണ്ടാവും. എല്ലാവരും പറഞ്ഞ് പ്രൈവറ്റിൽ പോയാൽ കുറച്ചുകൂടെ ഇതാണ്, സമ്പാദിക്കാൻ പറ്റും, നല്ല രീതിയിൽ ഇതാകാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മളെ ഈ ആരും ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ ജോലി ഒരു സേഫ് ആണല്ലോ. അപ്പൊ 2024 ഗവൺമെന്റ് ജോബ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ഡ്രീം. അവസ്ഥയാണ്. പ്രപ്പോസ് ചെയ്ത പെണ്ണ് തേച്ച്, അല്ല ഓള് നോന്ന് തന്നെ, ഉള്ള പെണ്ണ് പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഇതാ ഇവര് പറഞ്ഞുതരും. ഇപ്പൊ കുറച്ചും കൂടി പറഞ്ഞിട്ടുള്ളൂ. കൈ നോക്കി പറഞ്ഞെടുക്കോ, വേറെ ചെക്കൻ വന്ന് ഫ്രണ്ട് കൊണ്ടുപോകും. എന്നിട്ട് ചെങ്ങായി പൈസ ചോദിക്കും ചെയ്ത്, ഇത്ര ക്രൂരത പറഞ്ഞിട്ട്. പക്ഷെ എന്റെ അത്ര അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ എന്റെ പെണ്ണിനെ എന്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുത്തു, ആ ഫ്രണ്ട് എന്നെ കൊണ്ടുപോയി. അതാണ് ഈ ഫ്രണ്ട്. അല്ല, ഈ 2024 നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന മാറ്റം എന്തായിരിക്കും? നല്ല റിച്ച് ആവണം. ഇവ റിച്ചാണ്. റിച്ച് വീട്ടില് പജറ, കാറ്, പ്രോയല്, കുടുംബക്കാരുടെ. അപ്പൊ 2024 റിച്ച് ആവാന്നുള്ളതാണ് ഡ്രീം. ചെറിയൊരു ആഗ്രഹം. റിച്ച് എന്ന് പറയുമ്പോ എത്രത്തോളാണ്? അംബാനിയൊക്കെ ആയിട്ട് അംബാനിക്ക് കോമ്പറ്റീഷൻ ആവില്ലേ? വെറുതെ എന്തിനാണ്? ചെറുതായിട്ട് പറയരുത്. അക്കൗണ്ട് ബാലൻസ് എത്ര വേണം? അങ്ങനൊന്നുമില്ല, ഒരു ലിമിറ്റ്ലെസ്, സിമ്പിൾ ആയിട്ട്. ആകെ ഒരു ആഗ്രഹമുള്ളൂ, ഈ 2024 ഇവര് 4 പെണ്ണുങ്ങൾ നോക്കി 4 കിട്ടിയിട്ടില്ല. പേര് പറഞ്ഞ ബെസ്റ്റ് ആയിട്ട് നടക്കാണ്. ഞങ്ങളുടെ പേര് പറഞ്ഞ സ്കീം ഇട്ട് നടക്കും, എന്നിട്ട് അവ കടത്തി കൊണ്ടുപോകും. അതാണ് ഒരുത്തിനും വിശ്വസിക്കാൻ പാടില്ല. എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു 80% മാർക്ക് വേണം, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല പറഞ്ഞു, കോളേജും കയറ്റില്ല പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒരാൾക്ക് റിച്ച് ആവണം, ഒരാൾക്ക് പാസ് ആവണം, ഒരാൾക്ക് പെണ്ണ് കിട്ടണം. വേറെ അല്ല, അത് എനിക്കുണ്ട്. ടെക്ക് പെണ്ണ് കിട്ടണം. എനിക്ക് ആഗ്രഹമില്ലാട്ടല്ല. എന്താ 2024 അത് കിട്ടണം. 2024 +2 ആണ്, അവസാന ഘട്ടമാണ്. അപ്പൊ അതിനനുസരിച്ച് അത്യാവശ്യം ഒരു മാർക്ക്, ഒരു നല്ലൊരു രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി. അത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ സ്വപ്നങ്ങളല്ലേ? പ്രത്യേകിച്ച് ഒരു കൊല്ലം ഒരു മാറ്റം വരില്ല. ഇതും അതുപോലെ തന്നെ തട്ടിയും കൂട്ടി എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നേ ഉള്ളൂ. തട്ടിയും കൂട്ടി പോയാൽ മതി. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ
ജീവിച്ചങ്ങ് പോയാൽ മതി, വേറൊന്നുമില്ല. ജീവിച്ചങ്ങ് പോയാൽ മതി. ജീവിക്കാൻ തന്നെ പാടല്ലേ. ജീവിക്കാനും പാടാണല്ലോ. ബ്രോയ്ക്ക് അങ്ങനെ ഡ്രീം എന്തെങ്കിലും ഉണ്ടോ? അച്ചീവ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? ഡ്രീം ഒന്നും ഉണ്ടായിട്ട് വലിയ കാര്യം. ഡ്രീം ഒന്നും ഉണ്ടായ കാര്യത്തില്ല. ഡ്രീം മാത്രമേ ഉള്ളൂ. ഒഴുക്കിനങ്ങ് പോവാൻ എങ്ങനെയാലും ഈ വർഷം കഴിഞ്ഞ് കിട്ടിയാൽ മതിയതാണ്. ഈ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡ്രീമും ഇല്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നുമില്ല, അങ്ങനെ ഒരു ഡ്രീമില്ല. ഒഴുക്കിനങ്ങ് പോവാന്നുള്ളതാണ്. തനിക്കോ? എനിക്കൊന്നുമില്ല. അല്ല, ഒരു ഡ്രീമും ഇല്ല 2024? കാരണം അങ്ങനെ റെസൊല്യൂഷനിൽ എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും? ഈ 2024 തുടങ്ങിയപ്പോൾ എന്റെ ലൈഫിൽ ഇന്ന പോലെ അച്ചീവ് ചെയ്യണം, ഇന്ന ഡ്രീം അച്ചീവ് ചെയ്യണം. ഡ്രീം എന്ന് തന്റെ കല്യാണം കഴിക്കണം. അതാണോ ഡ്രീം? അന്ന് അങ്ങനെ ഡ്രീം? അത് ഹൗസ് വൈഫ് ആവാന്നുള്ളതാണ്. പണിക്കോയി ലൈഫ് തന്നെ ടോട്ടൽ വേസ്റ്റ് ആയി പോയി. കല്യാണം കഴിച്ചിട്ട് വീട്ടിലിരിക്കണം, അത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, എല്ലാരും പറയുന്നത് പഠിക്കണം, ജോലി തുടരണം, അത്ര കാശ് ഉണ്ടാക്കണം. കാശ് ഉണ്ടാക്കി മടുത്തുപോയി. ഇനി എങ്ങനെയാണ് ഫാമിലി ലൈഫിലോട്ട് കയറുകയെന്നുള്ളതാണ്. എങ്ങനത്തെ ഒരാളെ നോക്കുന്നത്? നോക്കി വെച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചാൽ മതി. നോക്കി വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്തു. ഇനി കല്യാണം കഴിച്ചാൽ മതി. എങ്ങനെ ഈ വർഷം ഉണ്ടാവോ? ഉണ്ടാവായിരിക്കും. വീട്ടില് കഴിച്ചു കൊടുത്താല്. വീട്ടുകാരോട് പറഞ്ഞോ? എല്ലാവർക്കും അറിയാം. അപ്പൊ 2024 അത് അച്ചീവ് ചെയ്യാന്ന് ചിന്തിക്കാലോ ആണെങ്കിൽ. അറിയില്ല, അവരൊന്നും പറയുന്നില്ല. അപ്പൊ 2024 അത് നടക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കാം കേട്ടോ. താങ്ക് യു. மேரேஜுக்கு அப்புறம் லைஃப்ல ஒரு ஸ்டெப் முன்னாடி போகணும். നിങ്ങൾ മാരേജ് தானே? நெக்ஸ்ட் மந்த் மேரேஜ். அப்போ ஏதாவது அச்சீவ் பண்ண அப்படி ஏதாவது ட்ரீம் இருக்கு, நிறைய இருக்கு. இப்படி எல்லாத்துக்கும் இருக்கும்ல. ஆனா உங்களோட ட்ரீம் என்ன? பிசினஸ் ஸ்டார்ட் பண்ணணும், லைஃப் பார்ட்னர் கூட. என்ன பிசினஸ்? அக்ரிகல்ச்சர். அக்ரில that's great. அப்போ கண்டிப்பா என்ன மாதிரி அக்ரிகல்ச்சர்? ரைஸா or vegetables? என்ன வெஜிடபிள்ஸ். நீங்க என்ன படிச்சீங்க? MBA தான். MBA படிச்சிட்டு அக்ரிகல்ச்சர். வாவ். ഊട്ടിയില. ഊട്ടി. அதனால ഓക്കേ. അപ്പം இந்த 2024 ഒന്ന് കല്യാണം பண்ணണം, அப்புறம் அக்ரிகல்ச்சர் அது ஹோம் பிசினஸ் നമ്മളെ ഓണറാ ഇരിക്കണം. ഓക്കേ. அப்படியே ചേട്ടാ അതന്നെ പറഞ്ഞു. എങ്ങനെ ഒരു വീടെടുക്കണം, സെറ്റിൽ ആണ് സ്വന്തമായിട്ട്, തന്നെ അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം കുറെ നാളത്തെ ഡ്രീമാണോ അതോ ഈ വർഷം? അല്ല, അതിപ്പോ ഒരു 4 വർഷമായിട്ടുള്ള ഡ്രീമോ. 4 വർഷത്തെ ഡ്രീമാണ്. എങ്ങനെയാണ് സാധിക്കുന്നത്? ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? ഇപ്പൊ പ്ലാസ്റ്ററിംഗ് ആയി നിൽക്കുന്നു, അത്ര സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു. ഇപ്പം എല്ലാവർക്കും ഉള്ള ഡ്രീമുകളിലൊന്നാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് വീട് വേണം, അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കണം, ഫാമിലി സേഫ് ആക്കണം എന്നൊക്കെ ഉള്ളത്. ചേട്ടന് സ്വന്തമായിട്ടൊരു ഡ്രീം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങനിപ്പോ എന്റെ ഒരു ഡ്രീം തന്നെ തുറന്നു പറയല്ലേ, ഒരു ഹജ്ജിന് പോണം. തന്നെ ഹജ്ജിന് 2024 അത് പോകണമെന്നാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, അതിനു വേണ്ടിയുള്ള ഇത് നോക്കുന്നുണ്ട്. നടക്കട്ടെ കേട്ടാ. 2023 കിട്ടിയില്ല. കിട്ടും എന്ന് വിചാരിക്കുന്നു. ഉറക്കൊക്കെ പോയിട്ട് കാലം കുറയായി. അതിനെ പറ്റി അതൊക്കെ ഇപ്പൊ നമ്മള് പുറത്തു വരാൻ പറ്റില്ലല്ലോ, ആയിരിക്കണമെന്ന് കമ്പനീസ് ആണ് ഒക്കെ. ഇപ്പം അതൊക്കെ നമ്മുടെ സന്തോഷം അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ബ്രോക്ക് അത് അച്ചീവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും എന്റെ കരിയർ എന്താണ്? ഞാൻ ഇപ്പോ പഠിക്കണം, ഇതിന്റെ ഒരു എയർപോർട്ട് ഓപ്പറേഷൻ ക്യാബിൻ ക്രൂ ഉണ്ട്. അപ്പൊ അത് പഠിക്കാൻ ലെവൽ ചെയ്യണം 1 ഇയറിലായിട്ട്. ഈ വർഷം സാധിക്കുന്നതാണോ? സാധിക്കണം. മെയിൻ ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട ഡ്രീം എന്താണ്? അത് സാധിച്ചതായിട്ട് എന്താണ് മെയിൻ ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട ഡ്രീം എന്ന് പറയുമ്പോ? അതൊന്നല്ല, ചെന്ന് പോയിക്കാം. ഉറങ്ങിയിട്ടെങ്കിൽ മനുഷ്യന്മാർ ജീവിക്കൂലേ. നമുക്ക് ഒരു പാരന്റ്സിനോട് വീട് വെച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. കഴിയും വലുത് വലിയ ഡ്രീം ഒന്നുമില്ല. അതൊക്കെയാണ് നമ്മുടെ ഡ്രീം. ഈ 2024 അതിനുള്ള എന്തെങ്കിലും തുടങ്ങുമെന്നാണ്. തുടങ്ങണം. എനിക്കോ നല്ലതുണ്ടോ ചേട്ടാ? ഒരു ഓൺ ബ്രാൻഡ്, സ്വന്തമായിട്ട് ഒരു ഓൺ ബ്രാൻഡ് കുറേയായിട്ടുള്ള ആഗ്രഹം. നമ്മളെ ഓൺ ഐഡന്റിറ്റിയിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു സാമ്പിൾ ലോഗോ അറിയപ്പെടുന്ന പോലെ അത്യാവശ്യം നാട്ടിലൊക്കെ അറിയപ്പെടണം, അത്രേ ഉള്ളൂ. എന്താണ് ബ്രാൻഡിങ് ആയിട്ട്? ഫോട്ടോഗ്രാഫി, ക്യാപ്ചറ. എന്ത് ടൈപ്പ് ഫോട്ടോഗ്രാഫിയാണ്? അങ്ങനൊന്നുമില്ല, മൊത്തത്തില് ഫോട്ടോഗ്രാഫി, വൈൽഡ്, അങ്ങനെ എല്ലാം ചെയ്യുന്ന ടൈപ്പാണ്. അതെ.
അപ്പോൾ ഓൺ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ബ്രോയ്ക്കോ? നമുക്ക് തന്നെ ആള് പറഞ്ഞത് തന്നെ, നമുക്കായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്ന് വെച്ചാൽ ഒരു ഇതുവരെ ഇല്ലാത്ത 2023 കിട്ടാത്ത ചാൻസ് 2024 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു ഗോളാണ്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പിലോട്ട് ഞാൻ പോകുന്നുണ്ട്. സോ അത് തന്നെ വലിയ പ്രോസസ്സ് തന്നെ, എനിക്കൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് തന്നെയാണ്. എന്താണ് ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പാരന്റ്സ് നമ്മൾ എന്തിനാണോ പഠിപ്പിക്കാൻ വിട്ടേക്കുന്നതും സൊസൈറ്റി ഇപ്പോൾ പഠിപ്പിക്കാൻ വിട്ടത് എന്തിനാന്ന് വെച്ചാൽ സൊസൈറ്റിനെ കുറിച്ച് നമ്മൾ അറിയണം. പുറത്തിറങ്ങി എന്താണ് ഈ ലോകം എന്നും ആ ലോകത്തിൽ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ അറിയണം. സോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത്. അപ്പോൾ ആ അച്ചീവ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ പുറത്ത് വിടും. സോ അത്രേ ഉള്ളൂ.